സിനിമാ വിശേഷങ്ങൾക്കും ഗോസിപ്പുകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യദിന കളക്ഷൻ റെക്കോർഡ് സ്വന്തമാക്കിയതോടെ എല്ലാവരും ഉറ്റുനോക്കുന്നത് ദി ഗ്രേറ്റ് ഫാദർ ഇനി 100 കോടി ക്ലബിൽ ഇടം നേടുമോ എന്നതാണ്. ആരാധകരുടെയും പ്രേക്ഷകരുടെയും പ്രതീക്ഷകൾക്ക് ഉയർന്നു എന്നതാണ് ഗ്രേറ്റ് ഫാദറിന്റെ 100 കോടി ക്ലബ് സാധ്യത ഉയർത്തുന്ന ഘടകം. ഒപ്പം എല്ലാ മാധ്യമങ്ങളിലും ചർച്ച ഗ്രേറ്റ് ഫാദർ തന്നെ. ഓൺലൈനിൽ നിന്നും ലഭിച്ച പിന്തുണയായിരുന്നു പുലിമുരുകനെ 100 കോടി ക്ലബിൽ എത്തിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചത്. എന്നാൽ ചിത്രത്തെ പ്രതികൂലമായി ബാധിക്കുന്ന ഘടകം തിയേറ്റർ ലഭ്യതയാണ്. വമ്പൻ താരങ്ങളുടെ ചിത്രങ്ങൾ റിലീസിനെത്തുമ്പോൾ പല തിയേറ്ററുകളിൽ നിന്നും ഗ്രേറ്റ് ഫാദർ പിൻവലിക്കാനാണ് സാധ്യത. ഏപ്രിൽ 7-ന് മോഹൻലാലിന്റെ ബിയോണ്ട് ദ ബോർഡേഴ്സ്, 14-ന് ദുൽഖറിന്റെ CAA, 15-ന് നിവിൻ പോളിയുടെ സഖാവ്. നിലവിലെ സാഹചര്യത്തിൽ ഒരു മാസത്തോളം തിയേറ്ററുകളിൽ നിറഞ്ഞോടിയാലേ ഗ്രേറ്റ് ഫാദറിന് ഇത് സാധിക്കും. ആദ്യ 25 ദിവസങ്ങൾ കൊണ്ടായിരുന്നു 100 കോടി ക്ലബിൽ പുലിമുരുകൻ ഇടം നേടിയത്. എന്നാൽ പുലിമുരുകന് ഈ ദിവസങ്ങളിൽ കിട്ടിയ തിയേറ്റർ ലഭ്യത ഗ്രേറ്റ് ഫാദറിന് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. ഒപ്പം ഏപ്രിൽ അവസാനം ബാഹുബലി 2-ഉം തിയേറ്ററുകളിൽ എത്തും. 300ഓളം തിയേറ്ററുകളിലായി കേരളം ഇതുവരെ കാണാത്ത മാസ് റിലീസിങ്ങിനാണ് ബാഹുബലി ഒരുങ്ങുന്നതെന്നാണ് റിപ്പോർട്ട്. ഇതും ഗ്രേറ്റ് ഫാദറിന്റെ 100 കോടി സാധ്യതയെ പ്രതികൂലമായി ബാധിക്കും. പ്രതികൂലമായ പല സാഹചര്യങ്ങളെയും അതിജീവിച്ചാണ് ഗ്രേറ്റ് ഫാദർ ആദ്യദിന കളക്ഷൻ റെക്കോർഡ് സ്ഥാപിച്ചത്. അതുപോലെ 100 കോടി ക്ലബും ഗ്രേറ്റ് ഫാദറിന് അച്ചീവ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കും ഗോസിപ്പുകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.